ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടനയാണോ എന്ന് ചോദിച്ചാൽ, മതസംഘടനകൾ നമ്മുടെ നാട്ടിൽ നടത്തുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും അതിനേക്കാൾ വ്യവസ്ഥാപിതമായി ഈ രാജ്യത്ത് നടത്തുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പള്ളികളും മദ്രസകളും ഖുർആൻ സ്റ്റഡി സെന്ററുകളും ഖുതുബ പരിശീലനങ്ങളും ഇമാം ട്രെയിനിങ് കോഴ്സുകളും വഅ്ള് പരമ്പരകളും ഉത്ബോധന പ്രഭാഷണങ്ങളും തംഹീദുൽ മർഅ പോലെയുള്ള സ്ത്രീകൾക്കാവശ്യമായ ഇസ്ലാം മതപഠന സംവിധാനങ്ങളും ഇസ്ലാമിക കലാലയങ്ങളും സ്കൂളുകളും ഒക്കെ വളരെ വ്യവസ്ഥാപിതമായി നടത്തുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി കേവലം ഒരു മതസംഘടനയല്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണോ എന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയം എന്ന് പറയുന്ന കാര്യങ്ങളിൽ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും രൂപീകരിച്ച പ്രസ്ഥാനമാണ്. ഈ അടുത്ത നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ അതിനെ എതിർത്ത് പ്രതിരോധം തീർത്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. കാലാകാലങ്ങളിലായി ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ ചേരിയെ ശക്തിപ്പെടുത്താനും മതേതര ജനാധിപത്യ ഭാവമുള്ള സംഘങ്ങളെ ശക്തിപ്പെടുത്തുവാനും നിലപാടുകൾ രൂപീകരിക്കുകയും പിന്തുണയർഹിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾ ജമാഅത്തെ ഇസ്ലാമി നടത്താറുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമല്ല. സാമ്പത്തിക കാര്യങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി നിലപാടുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ നിലപാടുകൾ പ്രഖ്യാപിക്കാറുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത് രഘുറാം രാജ് കമ്മീഷൻ റിപ്പോർട്ട്, മുൻ റിസർവ് ബാങ്ക് ഗവർണറിന്റെ റിപ്പോർട്ടിൽ അദ്ദേഹം ഈ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കാവശ്യമായ ചില നിർദ്ദേശങ്ങൾ പരാമർശിക്കുന്നതിൽ ഈ രാജ്യത്തിന്റെ ഗ്രാമങ്ങൾ പലിശരഹിത സ്ഥാപനങ്ങൾ തുടങ്ങണം എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയാണ്. എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ പ്രമുഖമായ ബാങ്കുകളിൽ പലിശരഹിത ബാങ്കിംഗ് സംവിധാനം അഥവാ ഇസ്ലാമിക് ബാങ്കിന്റെ വിൻഡോ ആരംഭിക്കണമെന്ന നിർദ്ദേശം അദ്ദേഹം സമർപ്പിച്ചതിന് അദ്ദേഹം റഫറൻസായി സ്വീകരിക്കുന്നത് ICIF എന്ന് പറയുന്ന സംവിധാനത്തെയാണ്. ICIF എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഫോർ ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് വളരെ വ്യവസ്ഥാപിതമായി ഒട്ടുമിക്ക ഇന്ത്യ രാജ്യത്തിന്റെ സ്റ്റേറ്റുകളിലെ ധനകാര്യമന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെയും ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാനും ചർച്ചകളും സംവാദങ്ങളും നടത്തുവാൻ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ച ഒരു സാമ്പത്തിക സംഘമാണ് എന്ന് കരുതി ജമാഅത്തെ ഇസ്ലാമി കേവലം ഒരു സാമ്പത്തിക ഉപദേശക സംഘമാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. ഈ രാജ്യത്തെ പ്രകൃതിയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി നിലപാടുകൾ രൂപീകരിക്കാറുണ്ട്. നമുക്കറിയാം, മണ്ണിനെയും മനുഷ്യനെയും ഈ രാജ്യത്തിന്റെ പരിസ്ഥിതിയെയും പരിഗണിക്കാത്ത അനേകം തലതിരിഞ്ഞ വികസന പ്രക്രിയയുടെ ഇരകളായി അനേകമായിരങ്ങൾ കിടപ്പാടം നഷ്ടപ്പെടുന്ന ഭീതിയിൽ തെരുവിലിറങ്ങി സമരപ്രക്ഷോഭം നടത്തുന്ന സമയത്ത് അവരുടെ കൈപിടിച്ച് മുന്നണി പോരാളികളായി കേരളത്തിന്റെ തെരുവുകളിൽ സമര പരമ്പരകൾ നയിച്ച ജമാഅത്തെ ഇസ്ലാമിയെയോ അതിന്റെ പോഷക സംവിധാനങ്ങളെയോ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഒരു പരിസ്ഥിതി മൂവ്മെന്റോ പ്രസ്ഥാനമോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ രാജ്യത്തെ കലാ സാംസ്കാരിക മേഖലകൾ ഒരുപക്ഷെ മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ ഇസ്ലാം മത പ്രബോധനാർത്ഥവും ഇസ്ലാം മത പ്രചാരണാർത്ഥവും ഈ രാജ്യത്ത് സാംസ്കാരിക കലാമേഖലയെ എങ്ങനെ വിവസ്ഥാപിതമായി ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ച് തുടക്കം മുതൽ ചിന്തിക്കുകയും അതിനാവശ്യമായ വേദികൾ രൂപീകരിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഒരു സാംസ്കാരിക സന്നദ്ധ കലാസായിക സംഘമല്ല. ജമാഅത്തെ ഇസ്ലാമി ഇതെല്ലാം ഉൾക്കൊള്ളുന്ന, നമുക്ക് ചിരപരിചിതമായ ഏതെങ്കിലും ഒരു കോളത്തിലൊതുക്കി വിലയിരുത്താൻ കഴിയാത്ത വിധം വിശാലമായ ഒരു ഇസ്ലാമിനെയാണ് ഏറ്റക്കുറച്ചിലില്ലാതെ കൂട്ടിച്ചേർക്കലില്ലാതെ സാക്ഷാൽ ഇസ്ലാമിന്റെ അതേ പ്രതിനിധാനം ഈ രാജ്യത്ത് 7.5 പതിറ്റാണ്ട് കാലമായി നിർവഹിച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനമാണ് അതിന്റെ ജന്മം തൊട്ട നാൾ മുതൽ ഈ രാജ്യ നിവാസികൾക്ക് മുമ്പ് സമർപ്പിച്ച ഒരു പ്രമേയവുമായി വീണ്ടും കേരളീയരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം സന്തുലിതമാണ് എന്ന മുദ്രാവാക്യമാണത്. എന്തുകൊണ്ടാണ് ഇസ്ലാം സന്തുലിതമായത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കിയാൽ, സന്തുലിതമാവാനുള്ള കാരണം അത് ദൈവികമായ
ദർശനമായതുകൊണ്ടാണ്, സാക്ഷാൽ ജഗന്നിയന്താവിന്റെ ദർശനമായതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം സന്തുലിതമായത്. ആയിരക്കണക്കിന് കോടിക്കണക്കിന് നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും അതുപോലെ തന്നെ അനേകം ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയും കൂട്ടിമുട്ടാതെ സ്വയം ഭ്രമണം ചെയ്യുവാനും മറ്റൊന്നിനെ കറങ്ങുവാനുമുള്ള ലോകത്തെ സംവിധാനം ക്രമപ്പെടുത്തിയ, അതുപോലെ തന്നെ ഒരു തേനീച്ച പൂവിൽ തേനുണ്ടെന്ന് സിഗ്നൽ കൊടുക്കുമ്പോൾ കിലോമീറ്ററുകൾക്ക് അകലെയുള്ള മറ്റു തേനീച്ചകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ മൊബൈൽ ടവർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇതിന്റെ സിഗ്നൽ പാസ് ചെയ്യാനുള്ള സംവിധാനം ഈ ലോകത്ത് സംവിധാനിച്ചു കൊടുത്ത, അതുപോലെ തന്നെ അനേകം പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മാണുക്കളുടെ ഓർബിറ്റുകളെ ക്രമീകരിച്ച സാക്ഷാൽ റബ്ബുൽ ഇസ്സത്തിന്റെ മതമായതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം സന്തുലിതമായ ദർശനമായത്. കാരണം പ്രപഞ്ചത്തെ സന്തുലിതപ്പെടുത്തിയ മനുഷ്യ ജീവിത രീതിക്ക് ആവശ്യമായി അതിനെ സന്തുലിതമായ ഭാവത്തോടുകൂടി സംവിധാനിച്ച ദൈവം തമ്പുരാന് മാത്രമേ സന്തുലിതമായ ഒരു ആദർശത്തെക്കുറിച്ച് പറയാൻ അവകാശമുള്ളൂ എന്നതാണ് അതിന്റെ പ്രാഥമികമായ ന്യായം എന്ന് പറയുന്നത്. അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളെ സൃഷ്ടിച്ചുവെന്ന് മാത്രമല്ല നിങ്ങൾക്ക് റിസ്ക് നൽകുകയാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, സന്താനങ്ങളെയും ആവാസ വ്യവസ്ഥകളെയും സഞ്ചാരപഥങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന വിശാലമായ അറബി പദമാണ് റിസ്ക് എന്ന പദം. ഇതും നിങ്ങൾക്ക് സംവിധാനിച്ചു, നിങ്ങളുടെ ജീവിതത്തെയും മരണത്തെയും ക്രമീകരിച്ചു. അങ്ങനെ പ്രാപഞ്ചിക വ്യവസ്ഥയെ സന്തുലിതപ്പെടുത്തിയ റബ്ബുൽ ഇസ്സത്തിന്റെ ഒരു ദർശനമാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇസ്ലാമിന്റെ ജീവിത വ്യവസ്ഥയിലേക്ക്, ഇസ്ലാമാകുന്ന ജീവിത വ്യവസ്ഥയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയോട് താരതമ്യം ചെയ്ത് അല്ലാഹുവിന്റെ ശാസനാധികാരത്തിന് കീഴ്പ്പെടലാണ്. സൂര്യനും ചന്ദ്രനും അനേകം കോടി നക്ഷത്രങ്ങളും വിധേയപ്പെടുന്ന ഈ ചാക്രികമായ വ്യവസ്ഥയുടെ ശാസനാധികാരത്തിന്റെ കീഴിൽ നിങ്ങളും വന്നുപെടലാണ് ഇസ്ലാമാവുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ശാസനാധികാരത്തിന് കീഴ്പ്പെടാതെ ജീവിക്കാനുള്ള ഇച്ഛക്കനുസരിച്ച് ദൈവിക ഇച്ഛക്ക് പകരം ദേഹേച്ഛയെ പിൻപറ്റി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കെല്ലാം നൽകിയിട്ടുണ്ട്. അത് അവൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയുടെ സന്തുലിതത്വം തെറ്റുമെന്നും വിശുദ്ധ ഖുർആൻ പറയുകയാണ്. സ്വന്തം ഇച്ഛക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ പിന്നാലെ നിങ്ങൾ പോയിട്ട് കാര്യമില്ലെന്ന് പ്രവാചകനോട് വരെ പ്രവാചകരെ, താങ്കൾ ദേഹേച്ഛയെ ഇലാഹാക്കി ദൈവമാക്കുന്നവരുടെ കൂടെ പിന്നാലെ പോയി താങ്കളുടെ സമയം വേസ്റ്റ് ചെയ്യരുതെന്ന് പറയാൻ മാത്രം ഇച്ഛ പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയുടെ സന്തുലിതത്വം തെറ്റിക്കുമെന്ന് പ്രസംഗിച്ച് പഠിക്കേണ്ട ഒരവസ്ഥയിലല്ല നമ്മളാരും ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഇടവപ്പാതിയും തുലാവർഷവും ഇല്ലാതെ നമ്മൾ ബാങ്കിന് മുന്നിൽ 2000 രൂപക്ക് നിന്ന ക്യൂവിനേക്കാൾ വലിയ ഒരു ക്യൂ. ഇനി നമ്മൾ നിൽക്കാൻ പോകുന്നത് ഒരു കന്നാസും അതുപോലെ തന്നെ കിട്ടാവുന്ന ഉപകരണങ്ങളുമായി വെള്ളമുള്ള സോഴ്സിന് മുന്നിൽ ചങ്കിലെ ദാഹം തീർക്കാൻ നിൽക്കേണ്ട ക്യൂ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന സമയത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള സർക്കാർ ഈ സംസ്ഥാനത്തെ വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചിട്ട് 3 മാസം പിന്നിടുകയാണ്. ഈ അവസ്ഥ 1 മാസം കൂടി തുടർന്നു പോയാൽ നമ്മളെല്ലാവരും ചങ്കിലെ ദാഹം തീർക്കാൻ കുടിവെള്ളമുള്ള സോഴ്സിന്റെ മുന്നിൽ വലിയ ക്യൂ നമ്മുടെ മുൻകൈയിൽ രൂപപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന സമയത്ത് പ്രാപഞ്ചിക സംവിധാനത്തിന്റെ സന്തുലിതത്വം തെറ്റിയാൽ നമുക്ക് എന്ത് അനുഭവപ്പെടുമെന്ന് പ്രസംഗിച്ച് പറയാതെ തന്നെ മനസ്സിലാവുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആർത്തിമൂത്ത ഇച്ഛയെ അനുസരിച്ചതിന്റെ ഫലമാണ്, ഈ പ്രപഞ്ചത്തോട് ആ അടിസ്ഥാനത്തിൽ പെരുമാറിയതിന്റെ ഫലമാണ് കുന്നായ കുന്നുകൾ മുഴുവൻ ഇടിച്ചു നിരത്തി, മണലായ മണൽ മുഴുവൻ ഊറ്റി, അതുപോലെ തന്നെ പാറയായ പാറകൾ മുഴുവൻ പൊട്ടിച്ച് ആർത്തിമൂത്ത മനുഷ്യന്റെ സംസ്കാര സമീപനത്തിന്റെ ഫലമായി മനുഷ്യൻ തന്നെ അതിന്റെ കൊടിയ വിപത്ത് അനുഭവിക്കേണ്ട ഒരു കാലാവസ്ഥ നമ്മുടെ മുന്നിൽ എത്തപ്പെടുന്ന സമയത്ത് ഇച്ഛക്കനുസരിച്ച് പെരുമാറിയാൽ പ്രപഞ്ചത്തിന്റെ സന്തുലിതത്വം തെറ്റുമെന്ന് ഒരു സിദ്ധാന്തം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അനുദിനം നമ്മൾ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി മാറുകയാണ്. മനുഷ്യനിർമ്മിതമായ ഒരു ദർശനത്തിനും ദൈവികമല്ലാത്ത ഒന്നിനും സന്തുലിതമാകാൻ തരമില്ല എന്നത് ലോക ചരിത്രം സാക്ഷിയാൽ. നമ്മൾ ആലോചിച്ചു നോക്കൂ, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിനെന്ന് പറഞ്ഞ് ലോകം അതിവേഗം സ്വീകരിച്ച ഒരു ദർശനം ലോകത്തുണ്ടായിരുന്നു. കമ്മ്യൂണിസം എന്ന് പറയുന്ന ദർശനമാണ്. 40 രാജ്യങ്ങൾ അഫിലിയേറ്റ് ചെയ്ത് ആ 40 രാജ്യങ്ങളെ ഒരുമിച്ച് ചേർത്ത സോവിയറ്റ് യൂണിയൻ ഉണ്ടാവുകയാണ്. പക്ഷേ ഇന്ന് സോവിയറ്റ് യൂണിയൻ മർഹൂമാൻ, മരണപ്പെട്ട സോവിയറ്റ് യൂണിയനെ കുറിച്ച് നമ്മൾ പറയേണ്ടി വന്നത്
അതിന് രൂപം നൽകിയ അടിസ്ഥാനം പിഴച്ചുപോയതാണ്. നമ്മൾ ആലോചിച്ചു നോക്കുക. സഖാബ് ഗോർബച്ചേവ് 1990 ആദ്യഘട്ടത്തിൽ തന്നെ സോവിയറ്റ് യൂണിയനെ പിരിച്ചുവിടുകയാണ്. അതിവേഗം പടർന്നു പന്തലിച്ച് ലോകത്ത് ആവേശത്തിരയിളക്കം സൃഷ്ടിച്ച ഒരു കമ്മ്യൂണിസം എന്ന ദർശനം നമ്മുടെ നാട്ടിൽ ഒരു ചെടിക്ക് നമ്മൾ വിളിക്കുന്ന പേരുണ്ട്, കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയും. ചില ആളുകൾ അതിന് കമ്മ്യൂണിസ്റ്റ് അപ്പ എന്നും, ചില നാട്ടിൽ അതിന് EMS പച്ച എന്ന് പറയും. ഏത് പറഞ്ഞാലും ശരി, വളരെ പെട്ടെന്ന് പടർന്നു പന്തലിച്ച് വളരെ പെട്ടെന്ന് ഇല്ലാതെയാവുന്നതിന് നമ്മൾ അറിഞ്ഞു നൽകിയ ഒരു പേരാണത്. ഇതുപോലെയാണ് ആ ദർശനവും ലോകത്തിന് സമ്മാനിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സഖാബ് ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനെ പിരിച്ചുവിടുമ്പോൾ അദ്ദേഹം തന്റെ ആത്മകഥയിൽ എഴുതിയ രസകരമായ ഒരു ഉദ്ധരണി നമ്മൾ പലതവണ കേട്ടതാണ്. റേഷൻ ഷോപ്പിന് മുന്നിൽ ഒരു പിടി അരിക്ക് ക്യൂ നിന്നും എടുത്ത ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഒരാൾ പറയുന്നു, ഗോർബച്ചേവിനെ വെടിവെച്ചു കൊന്നിട്ട് ഞാൻ ഇനി വരിയിലേക്ക് തിരിച്ചു വരൂ, കാരണം ഈ രാജ്യത്തെ ഇങ്ങനെ സംവിധാനിച്ചു നിർത്തിയത് ഗോർബച്ചേവാണെന്ന് പറയുകയാണ്. അങ്ങനെ ഗോർബച്ചേവിനെ വെടിവെച്ചു കൊല്ലാൻ പോയ അദ്ദേഹം പെട്ടെന്ന് പഴയ ക്യൂവിലേക്ക് തിരിച്ചു വരികയാണ്. എന്തിനാണ് ഈ ഗോർബച്ചേവിനെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സഖാവ് ഗോർബച്ചേവിനെ വെടിവെച്ചു കൊല്ലാൻ ഇതിലും വലിയ ക്യൂ ആണ് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് സോവിയറ്റ് റഷ്യ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിൽ വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സമയത്ത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ മനുഷ്യന്റെ മനസ്സും ആത്മീയതയും ആത്മാവുമായി ബന്ധപ്പെട്ട ലോകം അദൃശ്യമാണ് എന്നതാണ്. അദൃശ്യമായ ലോകത്തെക്കുറിച്ച് പറയാതെ കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും തൊലി കൊണ്ട് തൊടാൻ പറ്റുന്നതും മാത്രമാണ് സത്യം എന്നാര് പറഞ്ഞാലും ആ ദർശനം തകരാനുള്ളതാണ്. മുതലാളിത്തമാണ് മറ്റൊരു ദർശനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. മാർത്തിമൂത്ത് സ്വന്തം കോർപ്പറേറ്റുകളെ വളർത്തി ആ ആർത്തി ഫലിക്കാതെ ലോകത്തിന്റെ മുഴുവൻ രാജ്യങ്ങളിലേക്കും അധിനിവേശം ചെയ്ത് നിരപരാധികളായ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കി മുതലാളിത്തം നടത്തിയ അധിനിവേശത്തിന്റെ ഒരു ചരിത്രം നമുക്കറിയാം. ആ ചരിത്രം ഇന്നും അവര് സർവോപരി ശക്തിയോടുകൂടി തുടരാനുള്ള ഭാവത്തിലേക്കാണ് പോകുന്നതെന്നാണ് സമീപകാല സംഭവ വികാസങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഈ യഥാർത്ഥത്തിൽ ഈ അവസ്ഥ ലോകത്ത് ഉണ്ടായ സമയത്താണ് സാമ്പത്തിക മാന്ദ്യം രൂപപ്പെട്ടു വരുന്നത്. മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ അടിക്കല്ലായ സാമ്പത്തിക ദർശനത്തിന് തങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന് കരുതി ലോകത്ത് മറു സാമ്പത്തികമായ സംവിധാനങ്ങളെ കുറിച്ച് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ സംസാരിക്കുകയും അതനുസരിച്ച് സാമ്പത്തിക വ്യവസ്ഥയെ ക്രമപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം നമുക്ക് മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നതാണ്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 5000-ഓളം വരുന്ന ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ചും ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചും ലോകത്ത് പ്രസിദ്ധീകരിച്ച ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ച ലോകത്തെ ഏക രാജ്യം സാക്ഷാൽ അമേരിക്കയാണ്. ആ അമേരിക്ക ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയെ അനുസൃതമായി ലോകത്ത് പ്രവർത്തിച്ചാൽ വലിയ സാമ്പത്തിക പുരോഗതി ഉണ്ടാവുമെന്ന് ലണ്ടനും പാരീസും ന്യൂയോർക്ക് സിറ്റിയുമൊക്കെ ഗവേഷണങ്ങൾ നടത്തി അത് സമർത്ഥിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും മതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് തസ്ബീഹ് മാലയുടെയും മുസല്ലയുടെയും മിഹ്റാബിന്റെയും ആടനമേക്കുന്നതിന്റെയും മതങ്ങളെക്കുറിച്ചാണ്. വിമോചന ദർശനമായ ഒരു മതത്തെ, ലോകത്തിന്റെ പ്രതിസന്ധിയിൽ കൈപിടിച്ചുയർത്താൻ ത്രാണിയുള്ള ഒരു ദർശനത്തെ നമ്മളെല്ലാവരും അതീവ സങ്കുചിതമായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയോ അനുഷ്ഠിക്കുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ സന്തുലിതമായ ദൈവികമായ ഈ ദർശനത്തെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിൽ അത് സമർത്ഥിച്ചത് എന്ന് നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും പ്രവാചക തിരുമേനി നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ തരികയാണ്. തരുന്ന നിർദ്ദേശങ്ങളെല്ലാം സന്തുലിതമായി ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന ഭാവത്തിലും അതുപോലെ തന്നെ അത് അനുഷ്ഠിക്കാൻ പറ്റുന്ന രൂപത്തിലും പ്രവാചക തിരുമേനി നിർദ്ദേശിക്കുകയാണ്. പള്ളി ഉണ്ടാക്കിയാതെ പ്രവാചകൻ മദീനയിൽ മാർക്കറ്റിന് നേതൃത്വം നൽകുകയാണ്. പള്ളിക്ക് സ്ഥാനം നിർണയിച്ചു കൊടുത്ത ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയാണ് മദീന മാർക്കറ്റിനും സ്ഥാനം നിർണയിച്ചു കൊടുക്കുന്നത്. പള്ളിക്ക് സ്ഥാനം നിർണയിച്ചു കൊടുത്ത ജിബ്രീൽ അലൈഹിസ്സലാമിനെ നമുക്ക് ബോധ്യമുണ്ട്, നമുക്കിടയിൽ അതിന് തർക്കവുമില്ല. പക്ഷെ മാർക്കറ്റ് സ്ഥാനം നിർണയിച്ചു കൊടുത്ത ജിബ്രീൽ അലൈഹിസ്സലാമിനെ മനസ്സിലാവാൻ നമുക്കല്പം ബുദ്ധിമുട്ടാണ്. അസർ നമസ്കരിച്ച് പള്ളിയിലേക്ക് വലതുകാല് വെച്ച് പ്രാർത്ഥന ചൊല്ലി കടന്ന പ്രവാചക തിരുമേനി അസർ നമസ്കാരം കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീത്
യുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പ്രാർത്ഥിച്ച് മാർക്കറ്റിലേക്കും പ്രാർത്ഥന ചൊല്ലിക്കിടക്കുന്ന പ്രവാചകനെ നമ്മൾ കാണുകയാണ്. അങ്ങനെ മാർക്കറ്റിൽ വിൽക്കുന്ന ചരക്കുകളുടെയും അതുപോലെ തന്നെ അതിന്റെ വില നിലവാരത്തെയും ഗുണനിലവാരത്തെയും പരിശോധിക്കുകയാണ് പ്രവാചക തിരുമേനി ചെയ്യുന്നത്. അങ്ങനെ നമുക്കറിയാം, ഒരു ആൾ വിൽക്കുന്ന സാധനത്തിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചാക്കിൽ കൈയിട്ട് നോക്കുമ്പോൾ അടിയിൽ നനഞ്ഞ ഗോതമ്പ് കാണുകയാണ്. ഉടനെ തന്നെ അദ്ദേഹത്തോട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈ മാർക്കറ്റിൽ ഇങ്ങനത്തത് വിൽക്കാൻ പറ്റില്ല എന്നതാണ്. നനഞ്ഞത് വേറെ ചാക്കിൽ വെച്ച് ആവശ്യമുള്ളവർക്ക് അത് കൊടുത്തുകൊള്ളൂ. കച്ചവടത്തിൽ പൂഴ്ത്തിവെപ്പ് നടത്തുന്നവൻ, ചതിയും വഞ്ചനയും നടത്തുന്നവൻ, വേറെ ഒരാൾ പറഞ്ഞുറപ്പിച്ച വിലയേക്കാൾ അധികം വില തരാമെന്ന് പറഞ്ഞ് മറ്റൊരാൾ തന്റെ അടുത്ത് വന്നാൽ അയാൾക്ക് സാധനം മറിച്ചു വിൽക്കുന്നവൻ, അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കുന്നവൻ, ഇവരാരും മുഹമ്മദ് നബിയുടെ സമുദായത്തിൽപ്പെട്ടവനല്ല. അതേസമയം വിശ്വസ്തനായി പ്രവാചകന്റെ കൽപ്പനക്കനുസൃതമായി അള്ളാഹുവിന്റെ നിർദ്ദേശത്തിനനുസൃതമായി കച്ചവടം ചെയ്ത താജിറുൻ അമീൻ, വിശ്വസ്തനായ കച്ചവടക്കാരൻ സ്വർഗത്തിൽ എന്റെ അടുത്തിരിക്കുമെന്നും പ്രവാചക തിരുമേനി പറയുകയാണ്. അപ്പൊ കച്ചവടത്തെക്കുറിച്ചും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും പ്രവാചക തിരുമേനി വളരെ വിശദമായ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുകയാണ്. കുടുംബത്തെക്കുറിച്ചും പ്രവാചക തിരുമേനി കുടുംബത്തിൽ ഇടപഴകിയതിന്റെ ജീവിതരേഖകൾ നമുക്ക് എമ്പാടും പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. പ്രവാചക തിരുമേനി മദീന പള്ളിയുടെ മുറ്റത്ത് ഓട്ട മത്സരം നടത്തുന്ന ഭാര്യയും ഭർത്താവുമായ പ്രവാചകനും ആയിഷയെയും നമുക്ക് കാണാൻ കഴിയുകയാണ്. അതേസമയം പ്രവാചക തിരുമേനി റമദാനിന്റെ അവസാനത്തപ്പത്തിൽ അർദ്ധരാത്രി എഴുന്നേറ്റ് സ്വന്തം ഭാര്യയെയും കുട്ടികളെയും പേരക്കുട്ടികളെയും മരുമകനെയും ഒക്കെ വിളിച്ചു നിർത്തി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന പ്രവാചക തിരുമേനിയെയും നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു വല്ലിപ്പയായ പ്രവാചക തിരുമേനിയെ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഹുസൈൻ ബിൻ അലിയെ പുറത്തിരുത്തി മുറ്റത്തുകൂടെ ഇങ്ങനെ കാലും അതുപോലെ തന്നെ കൈയും കുത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിക്കുന്ന രംഗങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. അതുപോലെ തന്നെ മക്കളെ റെസ്പെക്ട് ചെയ്യുകയും മക്കളെ ആദരിക്കുകയും ചെയ്യുന്ന ഏത് സദസ്സിൽ പ്രവാചക തിരുമേനി ഇരിക്കുകയാണെങ്കിലും ആ സദസ്സിലേക്ക് ഫാത്തിമ ബിൻത്ത് മുഹമ്മദ് റളിയല്ലാഹു അൻഹ കയറി വന്നാൽ പ്രവാചകൻ എഴുന്നേറ്റ് അവരെ ആലിംഗനം ചെയ്ത് ചുംബിക്കുന്ന ഒരു പിതാവിനെ നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ ആയിഷ ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പ്രവാചകൻ അവരുടെ മരണശേഷം ഏത് വർത്തമാനം പറഞ്ഞാലും കരയാതെ അത് അവസാനിപ്പിക്കാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മതൻ, അനുരാഗത്തിന്റെയും കാരുണ്യത്തിന്റെയും ദാമ്പത്യ ജീവിതവും ഭർത്താവ് എന്ന നിലയിൽ, കുടുംബനാഥൻ എന്ന നിലയിൽ, വല്ലിപ്പ എന്ന നിലയിൽ, അതുപോലെ തന്നെ പിതാവ് എന്ന നിലയിൽ, ഭരണാധികാരി എന്ന നിലയിൽ മദീനയിലെത്തി പള്ളി ഉണ്ടാക്കിയതിനു ശേഷം 56 ഖണ്ഡികകളുള്ള മദീന ചാർട്ടർ എന്ന് പറയുന്ന ലോകത്ത് തന്നെ എഴുതപ്പെട്ട ആദ്യത്തെ ഭരണഘടനക്ക് പ്രവാചക തിരുമേനി നേതൃത്വം നൽകുകയാണ്. അതിൽ 2/3 ഭാഗം മദീനയിലെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ അവകാശ സംരക്ഷണവും അവരുമായി ബന്ധപ്പെട്ട ഇടപെടലിന്റെയും കരാറിന്റെയും വിശദാംശങ്ങളാണ്. അതുപോലെ തന്നെ പ്രവാചക തിരുമേനി ബഹുസ്വരമായ ഒരു സമൂഹത്തിൽ എങ്ങനെ മുസ്ലിങ്ങൾ ജീവിക്കണം എന്നതിനെ കുറിച്ച് ധാരാളം അധ്യാപനങ്ങൾ നൽകിയ പ്രവാചക തിരുമേനിയെ നമുക്ക് കാണാൻ കഴിയുകയാണ്. സ്വന്തം ഹിജറയിൽ കൂട്ടിയ സഹായികളായ 8 ആളുകളിൽ 5 ആളുകളും മുസ്ലിങ്ങളായിരുന്നില്ല എന്ന് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. പ്രവാചകന്റെ കൂടെ കൊണ്ടുപോയ ആൾ വഴി കാണിക്കാൻ, അത് വഴി വായിച്ചു കളയാൻ, കറവുള്ള ആടിനെ കൊണ്ടുകൊടുക്കാൻ, പ്രവാചക തിരുമേനിക്ക് കുളിക്കാനുള്ള വെള്ളം മദീനയുടെ ബോർഡറിൽ റെഡിയാക്കി നിർത്തുവാൻ, പ്രവാചകന് പുതിയ വസ്ത്രം വാങ്ങി അത് ധരിക്കാൻ വേണ്ടി മദീനയിൽ ഏർപ്പാടാക്കി നിർത്തിയ ഇങ്ങനെ 5 സഹായികളും പ്രവാചകന്റെ ചരിത്രത്തിൽ ഹിജറയുടെ ചരിത്രത്തിൽ മുസ്ലിങ്ങളായിരുന്നില്ല എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം മറ്റു ഉദാഹരണങ്ങളും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, നമുക്കറിയാം അൺടച്ചബിലിയുടെ ഐത്തത്തിന്റെ അസമത്വത്തിന്റെ ഇരയായി PhD പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പോലും തന്റെ ജന്മം തന്നെ അബദ്ധമായി എന്ന് ആത്മഹത്യാ കുറിപ്പെഴുതി ആത്മഹത്യ ചെയ്യുന്ന ഒരു രാജ്യത്ത് ബിലാൽ ഇബ്നു റബാഹ് എന്ന് പറയുന്ന ഉമയ്യത്തിന്റെ കാലിത്തൊഴുത്തിൽ കാലികൾക്ക് കൊടുക്കുന്ന കാടിയിൽ കൈയിട്ട് കിട്ടുന്നവറ്റ് അത്താഴമായി ഭക്ഷിച്ചിരുന്ന എത്യോപ്യൻ അടിമ ബിലാലിനെ മക്ക വിജയ പ്രഖ്യാപനം നടത്താൻ വേണ്ടി സ്വന്തം ചുമലിൽ കയറ്റി പ്രവാചകൻ കഅബയുടെ മുകളിലേക്ക് എറിയുകയാണ്. പ്രവാചകന്റെ ആ ശാസനപ്രകാരം, കൽപ്പന മക്കയുടെ വിമോചന മന്ത്രം പ്രഖ്യാപിച്ച് ഇറങ്ങി വരുന്ന ബിലാലിന്റെ കൈ പിടിച്ച് ബിലാലും മിന്നി, ബിലാൽ എന്നിൽപ്പെട്ടവനാണ്, അന്നാസു സവാസിയത്തുൻ കഅസ്നാനിൽ മുഷ്ത്,
ചീർപ്പിന്റെ പല്ലുകളെ പോലെ മനുഷ്യർ സമന്മാരാൻ എന്ന് പ്രവാചകൻ ഉദ്ഘോഷിച്ച സമത്വത്തിന്റെ അധ്യായങ്ങൾ ഈ രാജ്യത്ത് അനുദിനം പ്രസക്തമാവുകയാണ്. ആയിരക്കണക്കിന് ദളിതർ സ്വന്തം അമ്മ മരിച്ചാൽ അടുക്കള കുഴിച്ച് ശവമടക്കേണ്ട ഗതികേടിലേക്ക് എത്തിയ രാജ്യം. അങ്ങനെ വേറെയും ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ സമത്വത്തിന്റെ ഏറ്റവും ഉത്തുംഗമായ മാതൃകകൾ പ്രവാചക തിരുമേനി ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പ്രവാചക തിരുമേനി നമുക്ക് കാണിച്ചു തന്ന ആത്മീയതയുടെ അനുഷ്ഠാനപരതയുടെ അതിതീവ്രമായ മതാനുഭൂതികളിൽ അഭിരമിച്ചു നിൽക്കുന്നതിനെ പ്രവാചകൻ തന്റെ ജീവിതകാലത്ത് തന്നെ ചിറകെട്ടി സംരക്ഷിച്ചു നിർത്തുകയാണ്. പ്രവാചകൻ യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഒരു സഹാബി നബിയോട് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, തിരുമേനി ഞാൻ ഇനി മദീനയിലേക്കില്ല, ഇവിടെ പച്ചപ്പും വെള്ളവുമുള്ള ഒരു സ്ഥലം കണ്ടു, ഇവിടെ ആരാധനാനുഷ്ഠാനങ്ങളിൽ മുഴുകി ജീവിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. പ്രവാചക തിരുമേനി ചെവിക്ക് പിടിച്ച് ആ സഹാബിയെ മദീനയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ പ്രവാചകന് വഹി കിട്ടുന്നത് ഗുഹയിൽ വെച്ചാണ്. ഗുഹയിൽ നിന്ന് പേടിച്ചു പറച്ച് പനിച്ചിറങ്ങി വന്ന പ്രവാചകനോട് അല്ല പറഞ്ഞത് ഗുഹയിലേക്ക് തന്നെ മടങ്ങിപ്പോകൂ, ആളുകളിൽ നിന്ന് നന്നാവണമെങ്കിൽ ആളുകളിൽ നിന്ന് ഒറ്റതിരിഞ്ഞ് ഏകാന്തതയോടുകൂടി ജീവിക്കണം എന്ന പാഠമല്ല, എന്ന സന്ദേശമാണ്. ആളുകൾക്കിടയിൽ ജീവിക്കാൻ പ്രവാചകനെ കുറിച്ച് പ്രതിയോഗികൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇതെന്ത് നബിയാണ്, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു നബി. കാരണം പ്രവാചകൻ എന്ന് ഞങ്ങൾ കരുതിയിരുന്നത് ഞങ്ങൾക്കിടയിൽ ബന്ധമില്ലാതെ ഞങ്ങളിൽ നിന്ന് അകന്ന് ഏതെങ്കിലും പള്ളിമൂലകളിലോ മലമടക്കുകളിലോ ജീവിക്കുന്ന ദിവ്യപരിവേഷമുള്ള ഒരാൾ എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞങ്ങളെക്കാൾ ഒരു ഗെറ്റപ്പ് കിട്ടാൻ ഒരു 90 ലക്ഷത്തിന്റെ വണ്ടിയെങ്കിലും അദ്ദേഹം ഉപയോഗിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇടയിൽ ജീവിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന, അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ പ്രശ്നം പരിഹരിക്കാൻ അയാളുടെ പിന്നാലെ പോയാൽ 1000 ദിവസം പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമാണെന്ന സാമൂഹിക മതത്തിന്റെ ഉത്തമമായ ഭാവങ്ങൾ പഠിപ്പിക്കുകയാണ്. അറിയപ്പെട്ട ദിക്റും സലാത്തും തസ്ബീഹും നോമ്പും നമുക്ക് നിർബന്ധമാക്കുന്നതിന് മുമ്പ് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, സാമൂഹിക മതത്തിന്റെ ഭാഗം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ പ്രവാചകൻ തന്റെ അനുയായികൾക്ക് വലിയ വലിയ വിഷൻ പകർന്നു കൊടുക്കുകയാണ്. സൻആ മുതൽ ഹളറമൗത്ത് വരെ ഒരു പെൺകുട്ടിക്ക് നിർഭയമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഭൂമിയെക്കുറിച്ച് അടികൊണ്ട് മർദ്ദിതനായി അവശനായി വന്ന ശിഷ്യന് പോലും ഈ കിനാബ് പകർന്നു കൊടുക്കുകയാണ്. തന്നെ പിടിക്കാൻ വന്ന സുറാഖത്ത് ബിൻ മാലിക്കിന് പ്രവാചകൻ പകർന്നു കൊടുക്കുന്ന കിനാബ് ലോകത്തെ ഏറ്റവും വലിയ അധികാര ശക്തിയുള്ള സിംഹാസനത്തിന്റെ തകർച്ചയാണ്. അങ്ങനെ ലഭിക്കുന്ന സ്വർണ്ണവളകളുടെ ഓഫറാണ് സുറാഖത്ത് ബിൻ മാലിക്കിന് നൽകുന്നത്. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, അല്ലാഹുവേ ഈ നാട്ടിൽ നിർഭയത്വം ഉണ്ടാക്കണമെന്നാണ് 19 വയസ്സുകാരനായ സക്കരിയ മുതൽ അബ്ദുൽ നാസർ മഅദനി വരെ, അതുപോലെ തന്നെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ചെയ്ത തെറ്റെന്തെന്നറിയാതെ ജയിലറകളിൽ ജീവിക്കുന്ന സമയത്ത് ആ മനുഷ്യരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, ആ മനുഷ്യർക്കും അതുപോലെ തന്നെ അവരുടെ പിൻഗാമികളും അതുപോലെ നമ്മൾക്കും എല്ലാവർക്കും സമത്വവും സുരക്ഷിതത്വം ലഭ്യമാക്കുന്ന ഭൂമി, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ, വിശ്വാസികളുടെ പ്രാർത്ഥിക്കൽ മാത്രമല്ല പണിയെടുക്കൽ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തൽഅഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാൻ എന്ന് വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്തതുപോലെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമുക്ക് നീതിക്ക് വേണ്ടിയുള്ള സമരം വിശ്വാസത്തിന്റെ ഭാഗമാണ്. നീതി നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കൽ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ധാരാളം നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ അതുപോലെ തന്നെ സാമൂഹികവും സാമ്പത്തികവും കുടുംബപരവും അതുപോലെ തന്നെ റബ്ബിന്റെ ലിഖാഉമായി ബന്ധപ്പെട്ട് മഹാനായ റബീഉ ബിൻ ആമിർ പേർഷ്യ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ പറയുന്നത് മിൻ ദുനിയ ഇലാ സാഅത്തി
ദുനിയ വൽ ആഖിറ, ഞങ്ങൾ നിന്റെ അടുക്കൽ വന്ന് നിവർന്നു നിൽക്കാൻ ആയുധമില്ലാത്ത പൊട്ടിപ്പൊളിഞ്ഞ പത്രവുമായി, പൊട്ടിയ വാളുമായി, അതുപോലെ തന്നെ കീറിപ്പറിഞ്ഞ പത്രവുമായി കാട്ടറബിയായ റുബീന് വന്നു നിൽക്കാൻ പ്രചോദനമേകിയത് നിരാശ കൊണ്ട് ബാധിച്ചു ജീവനൊടുക്കിയാലോ എന്ന് വിചാരിച്ചിരുന്ന ജാഗിലിയത്തിന്റെ എല്ലാ പേക്കൂത്തുകളും അനുഭവിച്ച് ജീവിതത്തിൽ ഇതാ ഒരു രാജാധികാര സിംഹാസനത്തിന്റെ മുന്നിൽ താങ്കൾ മനസ്സിലാക്കണം സഹോദര, നിങ്ങളുടെ കൊട്ടാരത്തിൽ അടിമവേല ചെയ്യുന്ന ഒരാളെ തൊട്ടാൽ ഒരു അറബി സ്വന്തം ജീവിത ലക്ഷ്യം സാഫല്യമായി എന്ന് വിശ്വസിച്ചിരുന്ന അറബികളുടെ കൂട്ടത്തിലെ പ്രതിനിധിയാണ്. പക്ഷേ ഇന്ന് നിന്റെ മുന്നിൽ നിവർന്നു നിൽക്കുകയാണ് കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ. അനീതി ചെയ്യുന്ന ഭരണാധികാരി, അക്രമം ചെയ്യുന്ന ഭരണാധികാരിയുടെ മുന്നിൽ അക്രമം ചെയ്യരുതെന്ന് പറയലാണ് ഏറ്റവും വലിയ ധർമ്മസമരമെന്ന് പഠിപ്പിച്ച, അതുപോലെ തന്നെ ദുന്യാവിന്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചുളർന്ന സാധാരണക്കാർക്ക് ദുന്യാവിന്റെ മോചനവും അതുപോലെ തന്നെ ആഖിറത്തിന്റെ മോചനവും വാഗ്ദാനം ചെയ്യുന്ന വിശുദ്ധ ഇസ്ലാമിനെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ 75 വർഷമായി ഈ രാജ്യത്തിന്റെ മുന്നിൽ ഈ സന്തുലിത മതത്തെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധാനം ചെയ്തത്. അതൊരു തത്വമെന്ന രീതിയിൽ എഴുതി വെക്കുക മാത്രമല്ല, ജീവിതത്തിൽ സ്നേഹസ്പർശമായി സാന്ത്വനദൂതുമായി ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ വിഷൻ 2026 എന്ന് പറയുന്ന പ്രൊജക്റ്റിൽ അത്യാർത്ഥത്തിൽ മാലാഖമാരെ പോലെ കടന്നു ചെന്ന ഒരു പ്രസ്ഥാനത്ത് നമുക്കറിയാം. കമ്പിളിപ്പതപ്പുമായി തണുപ്പുകൊണ്ട് ഉറഞ്ഞു മരിക്കാൻ വിധിക്കപ്പെട്ട ആയിരക്കണക്കിന് ജനങ്ങളെ കമ്പിളിപ്പതപ്പുമായി ചേർത്ത് പിടിത്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നമുക്കറിയാവുന്നതാണ്. ആയിരക്കണക്കിന് മനുഷ്യരുടെ നിവർന്നു നിൽക്കാനുള്ള ശേഷി, വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ പട്ടിണി കൊണ്ട് മുതുകു നിവർത്തി എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്ത അനേകം മനുഷ്യർക്ക് മുന്നിൽ നിവർന്നു നിൽക്കാനുള്ള ശേഷി പകർന്നു കൊടുക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യനായ പ്രൊഫസർ കെ.എ. സിദ്ദീഖ് ഹസൻ സാഹിബിന്റെ പേരിൽ ആസാമിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിംഗ് നിലനിൽക്കുകയാണ്. എന്താണ് അങ്ങനെ നിലനിൽക്കാനുള്ള കാരണമെന്നാൽ ആസാമിന്റെ ഗ്രാമങ്ങളിലെ സിരകളിലൂടെ ഈ പ്രസ്ഥാനം ജീവിക്കുകയാണ്. ഗ്രാമാന്തരങ്ങളിലൂടെ ദുരിതബാധിതരായ വർഗീയ വംശീയ കലാപങ്ങൾക്ക് ഇരയായ അനേകം ആളുകളുടെ മുന്നിലേക്ക് സാന്ത്വന സ്പർശവുമായി സന്തുലിത മതത്തിന്റെ വക്താക്കളായി ഈ രാജ്യത്തെ ജാതി മതഭേദമന്യേ മുഴുവൻ ആളുകൾക്കും ഇതിന്റെ നന്മ പ്രസരിക്കാൻ ആവശ്യമായ രീതിയിൽ അതിന്റെ കർമ്മ പദ്ധതി സെറ്റ് ചെയ്യുകയാണ്. മാറാടക്കമുള്ള കേരളത്തിലെ വർഗീയ കലാപങ്ങളുടെ ഭൂമിയിലേക്ക് സാന്ത്വന സ്പർശവുമായി കടന്നു ചെല്ലാൻ ഈ പ്രസ്ഥാനത്തിന് ഒരു മുഖ്യമന്ത്രിക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലത്ത് സമാധാനത്തോടെ നിർഭയത്തോടെ കടന്നു ചെല്ലാൻ സാധിച്ചത് 75 വർഷമായി ഈ രാജ്യത്ത് ഈ പ്രസ്ഥാനമുണ്ടാക്കിയ വൈറ്റ് റെക്കോർഡുള്ള പ്രസ്ഥാനത്തിന്റെ ചരിത്രമാണ്. അതുകൊണ്ട് കളങ്കമില്ലാത്ത ജീവിത വിശുദ്ധിയുള്ള മാലാഖമാരുടെ ജീവിത വിശുദ്ധിയുള്ള ഒരു കൂട്ടം ആളുകൾ അതത്ര ചെറുതാണെങ്കിലും ഈ രാജ്യത്ത് നിവർന്നു നിൽക്കാൻ പര്യാപ്തമായ ദേശത്തിന്റെയും അതുപോലെ തന്നെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും പുരോഗതിക്കനുസൃതമായി ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ഉപഭോക്താക്കളുടെ ലിസ്റ്റ് നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ജാതി മതഭേദമന്യേ നിങ്ങൾക്ക് കാണുകയാണ്. സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും പാരമ്പര്യത്തിന് കോട്ടം തട്ടുന്ന എല്ലാ സമയത്തും ഈ രാജ്യത്തിന്റെ സാഹോദര്യം സംരക്ഷിച്ചു നിർത്താൻ ഒരു ചെറുകണക്ക് ഉയർന്നു നിന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ സന്തുലിതവും സമഗ്രവുമായ ഈ ദർശനം എന്നത് ഒരു തത്വത്തിൽ മാത്രം പരിചയപ്പെടുത്തുകയല്ല, ജീവിതത്തിൽ അരണ്ടട്ടം മുട്ടിക്കാൻ കൽപ്പില്ലാത്ത മനുഷ്യരുടെ താങ്ങായി തണലായി വസന്തമായി ഈ രാജ്യത്ത് പെയ്തിറങ്ങിയ മഴയായി ജമാഅത്തെ ഇസ്ലാമി മാറുകയാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ സത്യസന്ധമായി ഒരാവർത്തി എന്റെ സുഹൃത്തുക്കൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒരാവർത്തി സത്യസന്ധമായി അതിനെ പഠിക്കാനും സാധിക്കുമെങ്കിൽ അതിൽ അണിചേരുവാനും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാചകം ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.